എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പുരുഷന്മാരിൽ സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന, അവരെക്കുറിച്ച് വളരെയധികം മതിപ്പ് ഉണ്ടാക്കുന്ന 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് നിങ്ങളോടൊരു ആകർഷണം തോന്നുമെന്നതിലുപരി പുരുഷന്മാരുടെ പേഴ്സണാലിറ്റിനെ വളരെയധികം എൻഹാൻസ് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ടും മറക്കരുത്. ഒന്നാമതായിട്ട് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ് മാൻ ലുക്സ് ഫോർ സെക്സ് ബട്ട് വുമൺ ലുക്സ് ഫോർ സെക്യൂരിറ്റി എന്നുള്ളത്. പലപ്പോഴും പുരുഷന്മാർ ഇത് മനസ്സിലാക്കുന്നില്ല. പുരുഷന്മാർക്ക് സ്ത്രീകളെ കാണുമ്പോൾ തന്നെ ബ്രെയിനിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് അവന് ഇഷ്ടപ്പെടുന്ന ആകാര ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ സെറിറ്റോണിൻ അല്ലെങ്കിൽ ഡോപ്പാമിൻ, ഓക്സിറ്റോക്സിൻ ഇങ്ങനെയുള്ള ഹാപ്പി ഹോർമോൺസ് ഒക്കെ ബ്രെയിനിൽ അങ്ങ് റിലീസ് ആവുകയാണ്. അപ്പോൾ അവന് പെട്ടെന്നൊരു ഡോപ്പാമിൻ ബൂസ്റ്റ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ഡോപ്പാമിൻ ബൂസ്റ്റ് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവന് ഇവിടെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നിരിക്കും. അപ്പോൾ ആ ഒരു ഇഷ്ടം നൈമഷികമാണ്, അതവൻ തിരിച്ചറിയുന്നില്ല. അത് റിയാലിറ്റിയിലേക്കൊന്നും കടന്നു ചെന്നിട്ടില്ല. വെറുതെ ഒരു കെമിക്കൽ ലവ് ആണ് അവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റീൽസ് കണ്ടാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡോപ്പാമിൻ റിലീസ് ഉണ്ടാവും. അപ്പോൾ ഒരു സഡൻ ഹാപ്പിനെസ് നമുക്ക് കിട്ടും. പക്ഷെ അത് അധികം നേരം അങ്ങനെ നിലനിൽക്കത്തില്ല. അപ്പോൾ അവൻ ഈ ലുക്സ് മാത്രം നോക്കിയിട്ടാണ് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതെങ്കിൽ ആ ഒരു ഡോപ്പമിൻ ബൂസ്റ്റ് അധികകാലം നിലനിൽക്കത്തില്ല. ആ പെൺകുട്ടിയെ സ്വന്തമായി കിട്ടുമ്പോൾ ഈ ഒരു കെമിക്കൽ പ്രവർത്തനമൊക്കെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കെമിക്കൽ ഇല്ലാതെ വരുമ്പോൾ പിന്നെ നമ്മുടെ ഒരു ചോയ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസിഷനാണ് നമ്മുടെ പാർട്ട്ണറെ തുടർന്നും എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക, ആ പഴയ പ്രണയമൊക്കെ നിലനിർത്തുക എന്നുള്ളത്. പക്ഷേ ഈ പലരുടെയും ജീവിതത്തിൽ ഈ ഒരു കെമിക്കൽ ബൂസ്റ്റിംഗ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ പിന്നെ വിവാഹമൊക്കെ കഴിയുമ്പോൾ വർക്ക് ചെയ്യാതെയോ, അപ്പോൾ പിന്നെ പാർട്ട്ണറോടുള്ള ഇഷ്ടം കുറയും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒരു ലുക്സ് മാത്രം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നവരുടെയൊക്കെ വിവാഹ ജീവിതം പരാജയപ്പെടാൻ ഒരു കാരണം അതാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ നിങ്ങളുടെ അതുപോലത്തെ ഒരു ലുക്സോ അല്ലെങ്കിൽ ഒരു സെക്സിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, മറിച്ച് അവരെപ്പോഴും സെക്യൂരിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി കൊടുക്കുന്ന പുരുഷനോടാണ് സ്ത്രീകൾക്ക് ഇഷ്ടം തോന്നുക. നമ്മളിപ്പോൾ ആനിമൽ കിങ്ഡം തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം, അവിടെ ഏറ്റവും ശക്തരാരാണോ അവർക്കാണ് പെട്ടെന്നൊരു ജോഡിയെ കിട്ടുക. സ്ത്രീകൾ ശരിക്കും ഇതുപോലെ തന്നെ നോക്കുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ സാന്നിധ്യമാണ്. തന്നേക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി തരാൻ പറ്റിയ പുരുഷൻ. അത് എല്ലാ കാര്യത്തിലും, ഇപ്പോൾ സൈക്കോളജിക്കലാണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും അത് തന്നെയല്ല ഫിസിക്കലായിട്ടുള്ള സപ്പോർട്ടാണെങ്കിലും ഫിനാൻഷ്യലായിട്ടാണെങ്കിലും എല്ലാം നമ്മൾ ഈ സ്ത്രീകൾ നോക്കുന്നത് ബലവാന്മാരായ പുരുഷന്മാരെ. അപ്പം നിങ്ങൾ സ്വയം വീക്കാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്ത്രീകൾക്ക് പിന്നെ നിങ്ങളോട് അട്രാക്ഷൻ തോന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് പുരുഷന്മാർക്ക് നല്ല ലൈഫ് എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. പല പുരുഷന്മാരും പൊട്ടക്കിണറ്റിലെ തവള പോലെയാണ്. അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യങ്ങളെക്കുറിച്ചും അറിവില്ല. പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെ ഇടപെടണം, സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണം, ഇത് അവരോട് എങ്ങനെ പെരുമാറണം ഒന്നും അവർക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർ പലപ്പോഴും സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ്. അവർക്ക് അതിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ മിസ്റ്റേക്കുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ പെട്ടെന്നൊരു സ്ത്രീക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയാലും നിങ്ങളുടെ ആ ഒരു പരിചയ സമ്പത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെ ആ സ്ത്രീയോട് ഇടപഴകുന്നതിൽ നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തും. അവൾക്ക് ഏറ്റവും കൂടുതൽ ടേൺ ഓഫ് നൽകുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ പ്രവൃത്തിയിൽ വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഒരു സോഷ്യൽ ബീയിങ് ആയി മാറുക, നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുക, നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുക. പുരുഷന്മാർക്ക് നല്ല ലൈഫ് എക്സ്പീരിയൻസ് വേണം, വെറുതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾക്കാരോട്, അത് പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ ഇടപഴകി നല്ല പരിചയ സമ്പത്ത് വേണം. അപ്പോൾ ഇടപഴകുക എന്ന് പറയുമ്പോൾ വെറുതെ എല്ലാ പെൺകുട്ടികളോട് കയറി ഫ്ലിർട്ട് ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറിയിട്ട് തന്നെ നമ്മളിങ്ങനെ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ ഇടപഴകാനുള്ള സൗകര്യം കിട്ടത്തുള്ളൂ. മോശമായിട്ട് ഒരിക്കലും പെരുമാറരുത്, വളരെ ജെന്റിലായിട്ട് വളരെ നല്ല രീതിയിൽ മാത്രം സ്ത്രീകളോട് അടുത്തിടപഴകുക, അവരെ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പെൺകുട്ടികളുടെ സ്വഭാവം എന്താണ് ഈ സ്ത്രീകളൊക്കെ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി എന്താണ്, ഒരു പുരുഷനിൽ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്. ഇതൊക്കെ നമുക്ക് ശരിക്കും എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇവരോട് മൂന്നാമത്തെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴേ നിങ്ങളുടെ ഇഷ്ടം അങ്ങ് പ്രകടിപ്പിക്കരുത്. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു കെമിക്കൽ ബൂസ്റ്റ് മനസ്സിലുണ്ടാകുന്നുണ്ട്, ഒരു ഡോപ്പാമിൻ ഹൈപ്പ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇഷ്ടം അങ്ങ് തുറന്നു പറയാനും ആ ഒരു ഡോപ്പാമിൻ ബൂസ്റ്റ് എന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ സ്വന്തമാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അത് വളരെ ഒരു മണ്ടത്തിലാണ്. ഒരു പെൺകൊച്ചിനെ ഒരു ഓഫീസിൽ വെച്ചിപ്പോൾ കാണുന്നു, ഉടനെ നമുക്ക് ഇഷ്ടമാവുന്നു, ഉടനെ നമ്മൾ നമ്മുടെ ഇഷ്ടം പല രീതിയിൽ പ്രകടിപ്പിക്കാൻ നോക്കും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ടേൺ ഓഫ് ആണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ അയാളെ ഒന്നും മാന്യമായിട്ട് പരിചയപ്പെടുന്നില്ല, മാന്യമായിട്ടൊരു സാധാരണ ഒരു സഹപ്രവർത്തക എന്ന രീതിയിൽ നമ്മൾ അവരോട് ഇടപഴകുന്നില്ല. കാണുന്നു, ഉടനെ തന്നെ എനിക്ക് പ്രേമമാണെന്ന് ചാടി കയറി പറയുന്നത്, അത് കുളവാകും എന്നുള്ളതാണ്. നിങ്ങളൊരു പെൺകുട്ടിയെ കാണുമ്പോൾ അവളോട് മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങളത് ഒരിക്കലും പുറത്ത് പ്രകടിപ്പിക്കരുത്. മറിച്ച് സാധാരണ ഒരു പരിചയം പ്രകടിപ്പിക്കുക. ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സാധാരണ ഒരു സഹപ്രവർത്തക എന്ന രീതിയിൽ മാത്രം ആ ഒരു പെൺകുട്ടിയോട് ഇടപഴകുക. അപ്പോൾ അങ്ങനെ ഇടപഴകിയ മാത്രമേ അവൾ നിങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം തരത്തുള്ളൂ, കൂടുതൽ നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കത്തുള്ളൂ. അല്ലാതെ ആദ്യമേ തന്നെ നിങ്ങൾ ഈ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാൻ തോന്നി ഉടനെ അവൾക്ക് നിങ്ങളോടുള്ള വില പോകും. അവൾ നിങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യും. ഇവനും എല്ലാ പുരുഷന്മാരെ പോലെ ഒരു കോഴിയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് അവൾ എത്തുകയും പിന്നെ ഒരിക്കലും അവളോട് മിണ്ടാൻ പോലും നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല. അപ്പോൾ തുടക്കത്തിൽ അവൾക്ക് നിങ്ങളോടൊരു ഇഷ്ടം തോന്നിയാൽ പോലും അവൾക്ക് ഈ കോഴീനൊന്നും എനിക്ക് വേണ്ട എന്നോർത്ത് നിങ്ങളുടെ ആ
ഒരു ഇഷ്ടം അവൾ പിന്നെ അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ രീതി മാത്രം അവരോട് ഇടപഴകുക, അങ്ങനെ ആക്രാന്തം കാണിക്കരുത്. ചിലർക്ക് ഭയങ്കര ആക്രാന്തമാണ് അങ്ങ് കണ്ടു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വളരെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇവിടെ എടുക്കണം. നമ്മൾ ഇമോഷണൽ മച്യൂരിറ്റി ഉണ്ടാവണം. ആ ഒരു ബാലൻസോടുകൂടി അവരെ ഒരു സാധാരണ ആളായിട്ട് കണ്ടുകൊണ്ട് ആദ്യമേ തന്നെ കയറ്റി തലേ വെക്കരുത്. പലരും ഇങ്ങനെ കാണുമ്പോഴേ ആ ഇഷ്ടം മൂത്തിട്ട് തലയിൽ അങ്ങ് കയറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ തലയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. കാരണം നിങ്ങൾ അവിടെ സ്വയം ആദ്യമേ തന്നെ ഞാൻ നിങ്ങളുടെ ദാസനാണ്, അടിമയാണെന്നും പറഞ്ഞിട്ട് അങ്ങ് നിന്നു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ വീക്കാണ് എന്നവിടെ പറഞ്ഞു വെക്കുക. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, സ്ത്രീകൾ എപ്പോഴും നോക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള പുരുഷന്മാരെ. അപ്പോൾ ആദ്യമേ പോയി അവർക്ക് സബ്മിസീവ് ആയി കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ അടിമയാണേ, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, ഞാൻ എന്ത് ദാസ്യവൃത്തിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അതിനുവേണ്ടി എത്ര സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ എന്നെ എത്ര അധിക്ഷേപിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ആട്ടി ഓടിച്ചാലും കുഴപ്പമില്ല, ഞാനൊരു പട്ടിയെ പോലെ നിങ്ങളുടെ പുറകെ നടക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ അപമാനം ഏറ്റുവാങ്ങാൻ ഇങ്ങനെ സ്വയം നിന്നു കൊടുക്കുന്നവർക്ക് ഒട്ടും സെൽഫ് എസ്റ്റീം ഇല്ല. ലോ സെൽഫ് എസ്റ്റീം ഉള്ളവരെ അങ്ങനെ നിന്നു കൊടുക്കത്തില്ല. അപ്പോൾ പെൺകുട്ടികൾ ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറയുന്നവരും ചിലവരിങ്ങനെ പുറകെ തൂങ്ങിക്കിടക്കും, അയ്യോ എന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ലോ സെൽഫ് എസ്റ്റീമാണ്. അപ്പോൾ സ്ത്രീകൾ എപ്പോഴും നിങ്ങളെങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ പുരുഷൻ സ്ട്രോങ് ആണോ എന്ന് സ്ത്രീകൾ ഇപ്പോൾ അറിയാതെ പോലും ഒരു ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് എത്രമാത്രം സെൽഫ് എസ്റ്റീം ഉണ്ട്, എത്രമാത്രം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, ഇതൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഇമോഷണൽ ബാലൻസ് ഉണ്ട്, മച്യൂരിറ്റി ഉണ്ട്, ഇതൊക്കെ സ്ത്രീകൾ പോലും അറിയാതെ നിങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പല രീതിയിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊക്കെ സഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ അവർക്ക് മനസ്സിലാവും, ഇവന് ഒട്ടും സെൽഫ് എസ്റ്റീം ഇല്ല, അല്ലെങ്കിൽ ഒട്ടും സെൽഫ് റെസ്പെക്റ്റ് ഇല്ല, അപ്പോൾ ഇവനൊട്ടും പവർഫുൾ അല്ല, ഇവൻ വെറും വീക്കാണ്, ഇവന് എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി തരാൻ എനിക്ക് പറ്റത്തില്ല, ഇവൻ വെറും ഒരു പഴംപിഴുങ്ങിയായിട്ട് ഒരു മനകൊണാഞ്ചൻ കെട്ടിയവനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഒരുത്തിനെ വേണ്ട എന്ന് അവൾ തന്നെ മനസ്സിൽ കരുതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സ്ത്രീയെ കാണുമ്പോഴെടുത്ത് തലേ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ ശരിക്കും പരിചയപ്പെടുക. അത് തന്നെയല്ല ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മളൊരാളെ എപ്പോഴും കാണുമ്പോൾ തന്നെ ഒരു വലിയ സെലിബ്രിറ്റിയെ പോലെ ട്രീറ്റ് ചെയ്ത് അവർ നമ്മളെ വെറും ഒരു ഫാനായിട്ട് മാത്രമേ കാണത്തുള്ളൂ, അവരുടെ വെറും ഒരു ആരാധകരിൽ ഒരുവനായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വിലയും തരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മളൊരു ആളെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ പോലും മനസ്സിലത് ഒതുക്കി വെക്കും. ഒരു സാധാരണ പരിചയം പ്രകടിപ്പിച്ച് നമ്മൾ അവരുമായിട്ട് പരിചയപ്പെട്ട് ഒക്കെ ആ കൂടെ നിന്ന് ഇടപെട്ട് അങ്ങനെ അവരെ ഒബ്സർവ് ചെയ്ത് പഠിക്കുക. പിന്നെ ചാടിക്കയറി ഇഷ്ടം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മൾ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴാണ് ഇവരുടെ പല നെഗറ്റീവ് സ്വഭാവങ്ങളും നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ശരിക്കും ഇവരെ ഒബ്സർവ് ചെയ്ത് ഇവർ അത് തന്നെയല്ല ഞാൻ പറഞ്ഞില്ല, പുരുഷന്മാർ ഒറ്റ കാണിച്ചതിലുള്ള സ്നേഹമാണ്, അത് ഒറിജിനൽ സ്നേഹമായിരിക്കണമെന്നില്ല. നിങ്ങളുടെ സ്നേഹം ജെന്യൂൻ ആയിരിക്കണമെന്നില്ല. പെട്ടെന്ന് തോന്നിയ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കൊണ്ട് മാത്രം ഒരു ഇൻഫാക്ച്വേഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുക. അതൊരിക്കലും നിലനിൽക്കാത്ത. അപ്പോൾ നിങ്ങൾ പുരുഷന്മാരോട് തന്നെ ചോദിച്ചു നോക്കുക, ഇത് റിയൽ ലവ് ആണോ, ഇത് ജെന്യൂൻ ലവ് ആണോ, അതോ ഞാൻ വെറുതെ ഇവളുടെ ഒരു ആകാര ഭംഗി കണ്ട് വെറുതെ ഇഷ്ടപ്പെടുവാണോ? അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ ഞാൻ ചതിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വെറുതെ ഒരു കാണുമ്പോഴുള്ള ഒരു ഇൻഫാക്ച്വേഷൻ്റെ പേരിൽ ആരോടും ബന്ധം സ്ഥാപിക്കാൻ പോകരുത്. അപ്പോൾ കുറച്ച് നാൾ നമ്മളിങ്ങനെ ഇടപെട്ട് കഴിയുമ്പോഴേ നമ്മുടെ തന്നെ സ്നേഹം ജെന്യൂൻ ആണോ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ആ പെൺകുട്ടി എങ്ങനെയുള്ളവളാണ്, നമ്മളുമായിട്ട് ഒന്നിച്ചു പോകുന്നവളാണോ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കാണുമ്പോഴും ഒരാളോട് എങ്ങനെ ഇഷ്ടം പറയുകയോ തലയിൽ കയറ്റി വെക്കുകയോ ചെയ്യരുത്. നമ്മൾ വെയിറ്റ് ചെയ്യുക, വളരെ ശാന്തതയോടുകൂടി വളരെ ജെന്റിലായിട്ട് മാത്രം അവരോട് ഇടപഴകുക, വളരെ പക്വമായ രീതിയിൽ ഇടപഴകുക, അങ്ങനെ അവരെ ഒബ്സർവ് ചെയ്യുക. അങ്ങനെ നീണ്ട സ്റ്റഡിക്ക് ശേഷം അവർ നമ്മളൊക്കെ ഒന്നിച്ച് പോകും, ഈ പ്രണയം ജെന്യൂൻ ആണ് എന്നൊക്കെ തോന്നിയാൽ മാത്രം നമ്മൾ നേരിട്ട് തന്നെ അവരോട് നമ്മുടെ ആ ഒരു ഇഷ്ടം തുറന്നു പറയുക. എന്നാലും മറ്റ് പുരുഷന്മാർ അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പുരുഷന്മാർക്ക് ഭയങ്കര ലുക്സിനെ കുറിച്ചൊക്കെ വളരെ നെർവസ് ആണ്. അയ്യോ എന്നെ കാണാൻ ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ സംസാരിച്ച് എന്നെ ഇഷ്ടപ്പെടുവോ, എനിക്ക് ആ കുറവുണ്ട് ഈ കുറവുണ്ട്, അങ്ങനെ കുറവുകളെക്കുറിച്ചാണ് ഇവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കുറവുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും കോൺഫിഡൻസോടുകൂടി ഒരാളോട് ഇടപഴകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാർ ജന്മനാ ഉള്ള ചില കുറവുകൾ അത് നമുക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇനി ചില കാര്യങ്ങളൊക്കെ നമുക്ക് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ചെയ്യാം. അപ്പോൾ നമ്മുടെ ലുക്സിൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ, അല്ലെങ്കിൽ ഗ്രൂമിങ് സ്റ്റൈൽ, ഡ്രസ്സിങ് വളരെ അടിപൊളിയാക്കാം, ആർക്കും ആകർഷണം തോന്നുന്ന രീതിയിൽ, നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ സ്ട്രോങ് ആക്കി മാറ്റാൻ, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഒരു കാര്യമേ ഇല്ല. ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർക്ക് ഒരിക്കലും വളരെ അട്രാക്റ്റീവായിട്ട് മറ്റൊരാളുടെ മുമ്പിൽ പെരുമാറാൻ സാധിക്കത്തില്ല. കാരണം അവർക്ക് എപ്പോഴും തങ്ങളുടെ കുറവുകളെക്കുറിച്ച് ചിന്തയായിരിക്കും, തങ്ങളെക്കുറിച്ച് തന്നെ ഒരു അപ്രിസിയേഷൻ അവർക്ക് ഉണ്ടാവില്ല, ഒരു മതിപ്പും ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു മതിപ്പോ അപ്രിസിയേഷനോ ഇല്ലെങ്കിൽ നിങ്ങളെ കാണുന്നവർക്കും ആ ഒരു അപ്രിസിയേഷൻ ഉണ്ടാവത്തില്ല, അയ്യേ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളെ കാണുന്നവർക്ക് വളരെയധികം ഇംപ്രഷൻ കൊടുക്കുന്ന രീതിയിലുള്ള വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കൊടുക്കുക. നിങ്ങളിൽ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്റ്റൈലിലും എല്ലാം ഉണ്ടായിരിക്കണം.
അപ്പോൾ തന്നെ അത് വളരെയധികം അട്രാക്റ്റീവാണ്. 5-ാമത്തെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കുക, സെൽഫ് സഫീഷ്യൻ്റ് ആവുക. പല പുരുഷന്മാരും തങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള ഒരു കാര്യവും ചെയ്യാതെയാണ് ഓരോ സ്നേഹബന്ധത്തിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ ഈ ലൈഫ് ബെറ്റർ ആക്കാനുള്ള കാര്യമില്ലെങ്കിൽ സ്ത്രീകൾക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്നേഹബന്ധം തന്നെ വേസ്റ്റാണ്. സ്ത്രീകൾ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ്. അവർക്ക് തുടക്കത്തിൽ ഒരു ഇൻഫാക്ച്വേഷൻ ഒക്കെ ഉണ്ടെങ്കിലും അവർ പിന്നീട് അത് ചിന്തിക്കും. അവർ വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെ ചിന്തിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റുമോ, അതിനുള്ള ആംബിയർ നിങ്ങൾക്കുണ്ടോ, അവൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടോ, ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടോ, ഇമോഷണൽ ബാലൻസ് ഉണ്ടോ, നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ക്ലിങ്ങി ആണോ, ഇതൊക്കെ അവളിങ്ങനെ നോക്കും. ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആണോ സ്ട്രോങ് പേഴ്സൺ ആണോ എന്നൊക്കെ അവൾ വിലയിരുത്തുകയും അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പ്രണയം ബ്ലൈൻഡ് ആയതുകൊണ്ട് അവളങ്ങ് സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് കണ്ണു അടച്ച് അവൾ വരുന്നു. ഒരിക്കലും അല്ല. അവൾ നിങ്ങളെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾ പുറകെ വരത്തുള്ളൂ. അതല്ല, സ്ത്രീകൾ എപ്പോഴും തങ്ങളെ കഴിഞ്ഞ് ഒരുപാട് ഹൈ ആയിട്ട് നിൽക്കുന്ന പുരുഷന്മാരെ മാത്രമേ നോക്കത്തുള്ളൂ. അതിപ്പോൾ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ആ ഒരു ഇപ്പോൾ ലുക്സ് അത്രയധികം അവർ നോക്കുന്നില്ല. കാരണം അവർ ആ സെക്യൂരിറ്റിയാണ് നോക്കുന്നത്. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളിലും തങ്ങളെ കഴിഞ്ഞ് സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു പുരുഷനെയാണ് സ്ത്രീകൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. ഒരിക്കലും താഴേക്കിടയിലോട്ടുള്ള പുരുഷനിലേക്ക് അവർ പോകത്തില്ല. തങ്ങളെ കഴിഞ്ഞും താഴെ നിൽക്കുന്ന പുരുഷനിലേക്ക് അവർ പോകത്തില്ല. പക്ഷേ പുരുഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലോട്ടുള്ള സ്ത്രീകളെയും അവർ അക്സെപ്റ്റ് ചെയ്യും. ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകളുടെ പുറകെ അവർ പോകും എന്നുള്ളതാണ് പുരുഷന്മാരുടെ ഏറ്റവും വലിയ പരാജയമാണ്. അവർ ഒരു പെൺകുട്ടിയുമായിട്ടൊരു നല്ല ലൈഫ് നയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒന്നും കരുതി വെക്കത്തില്ല. കയ്യിലൊന്നുമില്ലാതെ, ഒരു സോഴ്സ് ഓഫ് ഇൻകവും ഇല്ല, അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗുണഗണങ്ങളും ഇല്ലാതെ പോയി നേരെ ഒരു ബന്ധത്തിലേക്ക് ചാടുകയാണ്. എന്നിട്ട് അങ്ങനെ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം മാത്രമുള്ള ആ പെൺകുട്ടിയും മാത്രം ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഒരു പക്ഷേ ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ, അതായത് അവൾ സ്നേഹിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ അവൾ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും അവൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് വരുന്നത്. ഉടനെ നിങ്ങൾ ഇവളെ ഇഷ്ടപ്പെട്ട് ഇവളുമായിട്ട് റിലേഷൻ ആയി കഴിഞ്ഞാൽ പല ആണുങ്ങളും ചെയ്യുന്നത് എന്താണ്, സ്വന്തം തൊഴിൽ തന്നെ മറക്കുന്നു, തൊഴിലിൽ ആത്മാർത്ഥത കാണിക്കാനായിട്ട് മറക്കുന്നു. ഒരുപാട് സോഴ്സ് ഓഫ് ഇൻകം ഇന്നുണ്ടെങ്കിലേ നമുക്കിന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ മാത്രം നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല. അപ്പം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പല സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഇൻകം കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പലപ്പോഴും പെൺകുട്ടികളായിട്ട് ഇഷ്ടമായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കഷ്ടിച്ച് ജീവിക്കാനുള്ള ഒരു ഇൻകം മാത്രം തുടരുകയും ബാക്കി സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കുന്നില്ല. എപ്പോഴും ഉള്ളോട് മിടിക്കൊണ്ടിരുന്ന് നമ്മുടെ ഈ സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ നഷ്ടപ്പെടുത്തും. അപ്പോൾ അവൾ എന്ത് കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടെ, നമുക്ക് പല രീതിയിലുള്ള ഇൻകം വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ജീവിതം സുരക്ഷിതമാണെന്നൊക്കെ ഓർത്തിട്ടാണ്. പക്ഷെ നമ്മൾ പിന്നെ ഇവള് മാത്രം ശരണം, എനിക്ക് വേറെ ഒന്നും ജീവിതത്തിലില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു ടേൺ ഓഫ് ആണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലി ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഇവളിൽ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയുമ്പം, ഇവളെ മാത്രമായിട്ട് നിങ്ങളുടെ ലോകം ചുരുക്കുമ്പം അതൊരു പെൺകുട്ടിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുരുഷൻ ഏതൊക്കെ രീതിയിൽ അവൾക്ക് സംരക്ഷണം കൊടുക്കൂ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിത മാർഗ്ഗങ്ങൾ തന്നെ വഴിമുട്ടിച്ചിട്ടാണ് ഇവളുമായിട്ട് എപ്പോഴും ചാറ്റ് ചെയ്യുന്നത്. 24 മണിക്കൂർ അവൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ജോലിയും ചെയ്യുന്നില്ല, ഒരു രീതിയിൽ നിങ്ങൾ സമ്പാദിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ അത് തന്നെ സ്നേഹത്തിന് വേണ്ടി വളരെ നീഡി ആയിട്ട്, വളരെ ക്ലിങ്ങി ആയിട്ട് ഇങ്ങനെ അവരുടെ പുറകെ ബെഗ് ചെയ്ത് നടക്കുകയാണ്. ആ ബെഗ്ഗിങ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര വീക്കാന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അവൾ നിങ്ങളുടെ 7 ഇലക്കത്ത് വരത്തില്ല. ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇഷ്ടമാണെങ്കിൽ പോലും അവൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് പോകൂ എന്നുള്ളതാണ്.